കുറവിലങ്ങാട് പള്ളി കേരളത്തിലെ ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രം. കോട്ടയം ജില്ലയിലെ പ്രശസ്തമായ ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രമാണ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ മർത്ത് മറിയം ആർച്ച് ഡീക്കൻ തീർത്ഥാടന ദേവാലയം. ആഗോള മരിയൻ തീർത്ഥാടനത്തിനും 3 നോമ്പിനോട് അനുബന്ധിച്ചുള്ള കപ്പൽ പ്രദക്ഷിണത്തിനും പ്രസിദ്ധമായ ഈ ദേവാലയം പാലാ രൂപതയുടെ കീഴിലാണ്. പോർച്ചുഗീസുകാർ ഇന്ത്യയിലെത്തുന്നതിന് വളരെ മുമ്പാണ് കൊല്ലം ഗേറ്റ് ചർച്ച് അഥവാ കുറവിലങ്ങാട് ചർച്ച് നിർമ്മിച്ചത്. അത് ദേവമാതാവിന്റെ നാമത്തിലാണ്. ഇനി പറയുന്ന കാരണത്താലാണ് ഇത് സ്ഥാപിതമായത്. കന്യക ഒരു ക്രിസ്ത്യാനിക്ക് ഉറക്കത്തിൽ പ്രത്യക്ഷപ്പെട്ട് ആ സ്ഥലത്ത് ഒരു പള്ളി പണിയാൻ ഉത്തരവിട്ടു. പക്ഷേ അവൻ അനുസരിച്ചില്ല. അവൾ 2 തവണ കൂടി അവനെ പ്രത്യക്ഷപ്പെട്ടു. ചൂരൽ കൊണ്ട് അവന്റെ തലയിൽ അടിച്ചു. എന്നിട്ടും അവൻ പള്ളി പണിതില്ല. അധികം താമസിയാതെ ഒരു ദിവസം ഒരു ക്രിസ്ത്യാനി ഒരു നല്ല ആത്മാവിനാൽ പ്രേരിതനായി ഔവർ ലേഡിയുടെ നാമത്തിൽ സംസാരിച്ച് പറഞ്ഞ സ്ഥലത്ത് ഒരു പള്ളി പണിയണമെന്ന് അദ്ദേഹം പറഞ്ഞു. അവരത് ദൈവത്തിന്റെ കന്യകാമാതാവിന്റെ നാമത്തിൽ പണിതു. പള്ളി പണിത ക്രിസ്ത്യാനിയുടെ പേര് അറിയില്ല. കാരണം അവനെ അവന്റെ പേരിൽ വിളിക്കുന്നില്ല. പക്ഷെ അവനെ സഭയിലെ ക്രിസ്ത്യൻ എന്ന് വിളിക്കുന്നു. ഈ പള്ളിയിൽ ക്രിസ്ത്യാനികൾ അതിന്റെ കെട്ടിടത്തിന് വഴിപാടായി ധാരാളം പണം ശേഖരിച്ചിരുന്നു. ഇതറിഞ്ഞ് നാട്ടിലെ ഒരു രാജാവ് ആ പണം അപഹരിക്കാൻ രാത്രി വന്നു. അവൻ പള്ളിയുടെ വാതിലിൽ മുട്ടി. അകത്തൊരു പുരോഹിതൻ ഉണ്ടായിരുന്നെങ്കിലും അത് തുറക്കാൻ അയാൾ തയ്യാറായില്ല. എന്നാൽ അവർ വാതിൽ തകർത്ത് തുറക്കാൻ ശ്രമിക്കുമ്പോൾ പുരോഹിതൻ അവരോട് പറഞ്ഞു, അവർ ആഗ്രഹിക്കുന്നത് എന്തും ചെയ്യാം, പക്ഷെ അവരുടെ കൈകളാൽ മരിക്കുന്നതിന് മുമ്പ് അവർ ആ പള്ളിയുടെ പണം കൊണ്ട് രക്ഷപ്പെടില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് അയാൾ വാതിലിന്റെ ഒരു ദ്വാരത്തിലൂടെ അവർക്ക് കുറച്ച് യഥാർത്ഥങ്ങൾ നൽകി. പള്ളിക്കൊരു ദോഷവും വരുത്താതെ അവർ അവരെയും കൂട്ടിപ്പോയി. അവർ പള്ളിയിൽ നിന്നിറങ്ങുമ്പോൾ പ്രസ്തുത രാജാവിന്റെ പടയാളികളിൽ ഒരാൾ പാമ്പിന്റെ കടിയേറ്റ് അവൻ തലക്ഷണം മരിച്ചു. അവർ മരിച്ചയാളെ ഒരു വിഗ്രഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. രാജാവും പടയാളികളും മൃതദേഹവുമായി അവിടെ ഉണ്ടായിരുന്നപ്പോൾ ക്ഷേത്രത്തിന്റെ മുകളിൽ നിന്ന് ഒരു ഭീം രാജാവിന്റെ തലയിൽ വീണു. അത് അവനെ കൊന്നില്ലെങ്കിലും അത് അവനെ വല്ലാതെ മുറിവേൽപ്പിച്ചു. അതുകൊണ്ട് ബലികുടീരത്തിൽ പശ്ചാത്തപിച്ചുകൊണ്ട് ആ സഭയിലോ തന്റെ അനന്തരാവകാശികളോടോ വീണ്ടും ഇടപെടാൻ അദ്ദേഹം ധൈര്യപ്പെട്ടില്ല. ഒരു ദിവസം ദേശത്തിന്റെ തമ്പുരാൻ പ്രസ്തുത പള്ളി അടച്ചുപൂട്ടുകയും ക്രിസ്ത്യാനികളോടുള്ള വിദ്വേഷം നിമിത്തം ആരെയും അതിലേക്ക് കടക്കാൻ അനുവദിച്ചില്ല. ആ സമയത്ത് പള്ളിയിൽ 2 വലിയ വിളക്കുകൾ കത്തിച്ചു. പക്ഷെ എണ്ണ കുറവായിരുന്നു. 40 ദിവസത്തിന് ശേഷം ആ പള്ളി തുറന്നപ്പോൾ അവർ അതേ അവസ്ഥയിൽ വിളക്കുകൾ കണ്ടു. ഇപ്പോഴും കത്തുന്നു. എണ്ണ ഒട്ടും കുറയുന്നില്ല. ഇത് കണ്ട പ്രസ്തുത തമ്പുരാൻ അത്ഭുതത്തിൽ ആശ്ചര്യപ്പെടുകയും ക്രിസ്ത്യാനികളെ വിഷമിപ്പിക്കുന്നത് നിർത്തുകയും ചെയ്തു. ഈ പള്ളിയുടെ ചില പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ചെറിയ പള്ളിയുടെ തെക്ക് വശത്തായാണ് മണിമാളിക. 3 വീമൻ മണികളുള്ള ഈ മണിമാളിക 1910 നിർമ്മിച്ചതാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് കന്നുകാലികളെ മേയിച്ചു നടന്ന് കാട്ടിലകപ്പെട്ട ഇടയ ബാലകർക്ക് പരിശുദ്ധ കന്യാമറിയം മുത്തിയമ്മയുടെ രൂപത്തിൽ ഇവിടെ വെച്ച് ദർശനം നൽകുകയും ദാഹജലത്തിനായി നീരുറവ കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. AD 105 ഈ ദേവാലയം നിർമ്മിക്കപ്പെട്ടത്. പള്ളിയുടെ പഴയ മണിമാളികയിൽ സ്ഥാപനകാലം 105 എന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഈ പള്ളിയിലെ കൽക്കുരിശ് വളരെ പ്രസിദ്ധമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഒറ്റക്കല്ലിൽ തീർത്ത കൽക്കുരിശാണിത്. 48 അടി ഉയരമുള്ള കുരിശും അതിൻ്റെ കരിങ്കൽ തറയും AD 1575 പണി കഴിപ്പിച്ചവയാണ്. കരിങ്കൽ തറയിൽ ഈശോയുടെ ശരീരത്തോടു കൂടിയ കുരിശും പെലിക്കൻ പക്ഷിയും മുന്തിരിക്കുലകളും കൊത്തിവെച്ചിരിക്കുന്നു. ഒപ്പം താമരയിലകളും. ഇത് ബുദ്ധമത സ്വാധീനത്തെ സൂചിപ്പിക്കുന്നു. ചുറ്റുവിളക്ക് കത്തിക്കുക എന്ന നസ്രാണി പാരമ്പര്യമാണ് ഇവിടുത്തെ നേർച്ച. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.